മീഡിയന്റെ പുതിയൊരു വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കോമത്തരയുള്ള നല്ല പൊരി വെയിലാട്ടോ. ഒരു 4 മണി സമയമായിട്ട് എന്നാലും പൊരി വെയില. ഈ പൊരി വെയിലത്ത് ഒരു മനുഷ്യൻ കിടന്ന് റോഡ് നന്നാക്കുന്നുണ്ടോ. ഇത് കോമത്തര തന്നെയുള്ള ശിവദാസ് ഏട്ടൻ എന്ന് പറഞ്ഞ ആളാട്ടോ. ശിവദാസ് ഏട്ടാ മാസ്ക് ഒന്ന് എടുക്കോ? ആ മാസ്ക് ഒന്ന് കുറച്ച് നേരത്തെ എടുക്കോ? അല്ല ഞാൻ ഇതൊരു അല്ല അറിയാം പരസ്യത്തിനല്ലാന്ന് പറയാം. എന്നാലും ഒരുപാട് ആൾക്കാർ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ പോകുന്ന വഴിയാണ്. ഒരാൾക്ക് പോലും ഇങ്ങനെ ഒരു മനസ്സ് വന്നില്ലല്ലോ. അപ്പോൾ ഒരു പഠനമൊക്കെ എടുത്തുകൊണ്ടൊന്ന് ചെയ്യാൻ തോന്നിയത് ശിവദാസ് ഏട്ടല്ലേ? കോമത്തര തന്നെ വീട്ടിലെ ഇവിടെ അടുത്ത് തന്നെ അല്ലേ? അണയില് പോയി എടുത്തുണ്ടെന്നാണോ വണ്ടിയിൽ? ഭയങ്കര സംഭവം കേട്ടോ. വലിയൊരു മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ. ഒരുപാട് സന്തോഷം. എന്താ പറയുക, ഈ അത് നല്ല വെയില്. പ്രത്യേകിച്ച് ശിവദാസേട്ടന് പ്രായം കാര്യങ്ങളൊക്കെ നോക്കണം. ഒരു ചെറുപ്പക്കാരനൊന്നല്ല, പ്രായം ഒരുപാടായിരുന്നല്ല. എന്നാലും ഈ ഒരു പൊരി വെയിലത്ത് ഇങ്ങനെ ഒരു മനസ്സ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതെങ്ങനെ ഇത് ഒരു പ്രാവശ്യം ഇത് പലതവണ ചെയ്തിട്ടുണ്ടല്ലേ? പലതവണയായിട്ട് ചെയ്തല്ലേ? ഒരു പ്രാവശ്യം ഓരോ വണ്ടി തടഞ്ഞ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറച്ച് കോഴി വേസ്റ്റ് കൊണ്ടിട്ട് അത് ശരി. ഇത് ജനങ്ങൾക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ താണ് കിടക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ സാധാരണ 5 മണിക്ക് വണ്ടി എടുത്ത് വരുന്നതാണ്. അപ്പോൾ ഒരു ബൈക്ക് ഇവിടെ കുണ്ടിൽ വീണിട്ട് തെറിച്ച് വീണില്ലേ? അതെ, അത് കണ്ടപ്പോൾ അത് എനിക്ക് കൂടുതൽ ഒരു 3-4 മാസം മുമ്പ് അത് ഇങ്ങനെ ചെയ്യണം തോന്നിയല്ലേ? ഇങ്ങനെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെ അതെ, ബൈക്കാരും കാര്യങ്ങളൊന്നും അപകടത്തിൽ പെടരുത്, അതിനുള്ളൊരു കരുതലല്ലേ ശിവദാസ് ഏട്ടാ? എന്തായാലും ശരിക്കും അഭിനന്ദിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ ശിവദാസ് ഏട്ടൻ ഇതാണ് കേട്ടോ. അദ്ദേഹത്തിന് 63 വയസ്സുണ്ട്. ഇദ്ദേഹം കോമത്തര സ്വദേശി തന്നെയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഇദ്ദേഹം ഈ പൊരി വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ കുറേ നേരമായിട്ട് കഷ്ടപ്പെടുന്ന. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ശിവദാസ് ഏട്ടാ ഞാൻ എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളോ വാങ്ങിത്തട്ടെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ട, കാരണം ഞാൻ പുറത്തുനിന്ന് ഒരു ഭക്ഷണവും വെള്ളവും കാര്യങ്ങളും ഒന്നും കഴിക്കലുണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ രഹസ്യമൊക്കെ അതായിരിക്കട്ടെ. കാരണം 63 വയസ്സായിട്ടും അദ്ദേഹത്തിന് ഗ്ലാമറിന് ഒരു കുറവും സംഭവിച്ചില്ല. മുഖത്ത് നല്ല തേജസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യട്ടെ വെച്ചപ്പോൾ വേണ്ട മോനെ, ഹെൽപ്പ് ചെയ്യണ്ട, ഇത് കഴിയാനായി, ഇത് എനിക്ക് ചെയ്യുന്നതിന് ഒരു ഭയങ്കര മനസ്സംതൃപ്തി കിട്ടുന്നൊരു കാര്യമാണ്, അതുകൊണ്ട് മോൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നിട്ടോ. കാരണം ഈ ഒരു പ്രായത്തിനെ അവഗണിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ. അപ്പോൾ അദ്ദേഹം ജോലികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ഞാനങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അത് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.